അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ആയിരങ്ങൾക്ക് വഴികാട്ടിയായ ആ പണ്ഡിതശ്രേഷ്ഠൻ ഇന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. മലപ്പുറം സ്വലാത്ത് നഗറിലെ മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദ്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ചരിത്രത്തിലാദ്യമായി ഒരു ഭിന്നശേഷി പണ്ഡിതൻ ജുമാ ഖുതുബക്ക് നേതൃത്വം നൽകിയ അതേ പവിത്രമായ ഇടം. ഇന്ന് ഹാഫിൽ ഷബീർ അലി അദനിക്ക് അത് തൻ്റെ നിക്കാഹിൻ്റെ കൂടി വേദിയായി മാറുന്നു. മഅ്ദിൻ ബ്ലൈൻഡ് സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പിച്ചവെച്ച് തുടങ്ങിയതാണ് ഷബീറിൻ്റെ യാത്ര. പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് തോൽപ്പിച്ച ഷബീർ ബ്രെയിൻ ലിപിയിലൂടെ ഖുർആൻ ഹൃദിസ്ഥമാക്കി ഹാഫിളായി. SSLCയിലും +2വിലും മികച്ച വിജയം. അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരങ്ങളിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിയ ഷബീർ മഅ്ദിൻ എന്ന തണൽ മരത്തിന് കീഴിലാണ് വളർന്നത്. ഇന്ന് അതേ മഅ്ദിൻ കുടുംബം അദ്ദേഹത്തിന് ജീവിത പങ്കാളിയെയും ചേർത്ത് പിടിക്കുന്നു. ഞാൻ പഠിച്ചതിലുപരി എന്നെ പോറ്റിയ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരം വലിയൊരു ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘട്ടമാണല്ലോ, അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൗഢായിട്ടാണ് കാണുന്നത്. അവന് ചെറുപ്പം എന്ന് പറഞ്ഞാൽ 5.5 വയസ്സിലാണ് ആദ്യം അവനെ കൊടുന്ന് ചേർത്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെയും തങ്ങളുടെ ഉസ്താദും മഅ്ദിനും മറ്റു ഉസ്താദന്മാരെല്ലാം അവൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അത് എന്നേക്കാളും കൂടുതൽ ബന്ധം തങ്ങളുടെ ഉസ്താദിനാണ്. ഒരു വാപ്പ എന്ന സ്ഥാനത്താണ് ഞങ്ങൾ തങ്ങളുടെ ഉസ്താദിനെ കാണുന്നത്. എല്ലാ നിലക്കും അൽഹംദുലില്ലാ വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവനെ. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരി തങ്ങളുടെ തണലിൽ പരിമിതികൾ വെല്ലുവിളിയല്ലെന്നും അതൊരു നിശ്ചയദാർഢ്യമാണെന്നും ഷബീർ തെളിയിച്ചു. പഠിച്ച ഇടം തന്നെ മാംഗല്യത്തിന് സാക്ഷിയാകുമ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗം. സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഈ പുതിയ യാത്രയിൽ ഷബീറിനും കുടുംബത്തിനും സർവ്വ നന്മകളും നേരുന്നു.